ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷേഴ്സ് ആണെങ്കിലും നമ്മൾ ഒത്തിരി ജോബിന് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ പോലും തിരിച്ച് റെസ്പോണ്ട് ഇല്ല? അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിങ്ക്ഡിനിൽ കയറിയിട്ട് ഒത്തിരി അപ്ലൈ ചെയ്യുന്നു, ഒരു റെസ്പോണ്ടും ഇല്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കമ്പനീൻ്റെ മെയിൽ ഐ ഡി കയറിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മെയിൽ അയച്ചു കൊടുക്കുന്നു സി വിയിൽ, അതിലും തിരി റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ടോട്ടലി നമ്മളൊരു സ്ട്രഗ്ലിങ് ഫീലായിരിക്കും നമുക്ക് വരിക. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ആരും നമ്മൾ നോക്കില്ല. പിന്നെ നമ്മൾ റിപ്പീറ്റേഷൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ റിപ്പീറ്റേഷനിൽ തന്നെ നമ്മൾ പിന്നെയും സെൻഡ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു സി വി ഫോർമാറ്റ് ആണെങ്കിൽ നമ്മൾ ആ സി വി തന്നെ എല്ലാ കമ്പനിയിലും സെൻഡ് ചെയ്ത് കൊടുക്കും. അതിലുള്ള മിസ്റ്റേക്സ് കൊണ്ടായിരിക്കും ഓരോ കമ്പനിയും നമ്മുടെ ഹയർ ചെയ്യാത്തത്. നമ്മളൊരു ഷോർട്ട് ലിസ്റ്റിലോ അല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂ വിളിക്കുന്ന ഷോർട്ട് ലിസ്റ്റിൽ പോലും നമ്മൾ പേര് വരാത്തത്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എക്സ്പീരിയൻസ് ഉള്ളവരും ഇല്ലാത്തവരും ആണെങ്കിൽ പോലും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മെയിലോട്ട് ഒരു കമ്പനീൻ്റെ മെയിലോട്ടാണ് നമ്മളിപ്പോൾ സി വി സെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് എന്താ കമ്പനീൻ്റെ മെയിൽ എടുക്കുന്നു, നമ്മൾ നെക്സ്റ്റ് ഒരു സബ്ജക്റ്റിൻ്റെ അവിടെ വരുന്നത് നമ്മൾ ഏതൊരു പൊസിഷനാണ് ഇപ്പോൾ നോക്കുന്നത് അതിലുള്ളൊരു സബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു കവർ ലെറ്റർ പോലെ നമ്മുടെ ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ഇവിടെ 4 years എക്സ്പീരിയൻസ് ഉണ്ട് യു എയിൽ. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചിട്ട് ഏത് കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു, എൻ്റെ ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ഫസ്റ്റ് കവർ ലെറ്റർ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അതിൽ നമുക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, എന്തൊക്കെ നമ്മൾ വർക്ക് ചെയ്യും. ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലിങ്ക്ഡിനിൽ ഒരു ജസ്റ്റ് ഒരു ജോബ് വേക്കൻസി കണ്ടു, അതിലവർ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെയിൽ ഐ ഡി അല്ലെങ്കിൽ ഫോൺ നമ്പറോ ജസ്റ്റ് ഒരു വാട്സപ്പ് നമ്പറോ അല്ലെങ്കിൽ മെയിൽ ഐ ഡി ആയിരിക്കും എല്ലാവരും കൊടുക്കുക. മെയിൽ ഐ ഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് സി വി സെൻഡ് ചെയ്യണം. നമ്മൾ മെയിനായിട്ട് അവരുടെ മെയിൽ ഐ ഡി എൻ്റർ ചെയ്യുന്നു, സബ്ജക്റ്റ് നമുക്ക് എന്താണോ ജോബ് പോസ്റ്റ് വേണ്ടത് അത് ഫസ്റ്റ് എൻ്റർ ചെയ്യുന്നു. പിന്നെ ഒരു കവർ ലെറ്ററിൽ നമ്മൾ ഡീറ്റെയിൽസ് മുഴുവൻ എൻ്റർ ചെയ്യണം. നമുക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, ഏതൊക്കെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അതുപോലെ ആ ജോബ് വേക്കൻസി കൊടുത്ത കീവേഡ്സ് ഉണ്ടാകും നമ്മുടെ കമ്പനിയിലോട്ട് ആവശ്യമുള്ള. ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഒരു അക്കൗണ്ട്സ് ആണെങ്കിൽ അക്കൗണ്ട്സിലോട്ട് വേണ്ട ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2-3 കാര്യമാണ് പേയബിൾ, റിസീവബിൾ, അതുപോലെ തന്നെ വേഡ് സബ്മിറ്റേഷൻസ്, അത് അങ്ങനത്തെ ബാലൻസ് ഷീറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയുന്നൊരു കാര്യമാണെങ്കിൽ നമ്മൾ അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു നല്ലൊരു കവർ ലെറ്റർ ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ ഒരു ATS ഫ്രണ്ട്ലി സി വി നല്ല ക്ലീൻ എന്താ പറയുക, നമ്മൾ നോക്കുമ്പോൾ തന്നെ എടുക്കുന്ന രീതിയിലുള്ള നമ്മൾ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് എല്ലാം ക്ലിയർ ആക്കി വയ്ക്കുക. മെയിനായിട്ട് കവർ ലെറ്റർ വേണം, അതുപോലെ തന്നെ നമ്മൾ സബ്ജക്റ്റ് എന്ത് ജോബിലോട്ടാണോ നമ്മൾ നോക്കുന്നത് അത് നമ്മൾ കൊടുക്കുക, എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ നല്ലൊരു കവർ ലെറ്ററിൽ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് ചിലപ്പോൾ ചില കമ്പനിയിൽ നമ്മൾ സി വിക്ക് പകരം കവർ ലെറ്റർ മാത്രം സെൻഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ ഫോർവേഡ് ചെയ്യാൻ പറയും സി വി. അപ്പോൾ നമ്മൾ സി വി ATS ഫ്രണ്ട്ലി സി വി ആണ് ഇപ്പോൾ യു എയിൽ എല്ലാവരും നോക്കുന്നത്. അപ്പോൾ ATS ഫ്രണ്ട്ലി സി വി ആക്കുക. ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കവർ ലെറ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ അത് വേണമെന്നില്ലെങ്കിൽ നിങ്ങളുടെ എന്തൊക്കെ എഡ്യൂക്കേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനറിയാം. ഇപ്പം യു എയിൽ വന്നിട്ട് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കില്ല യു എയിൽ വരുന്നത്, യു എയിൽ വന്നിട്ടായിരിക്കും ഒരു എക്സ്പീരിയൻസ് ആവുന്നത്. ഇപ്പോൾ ഓരോ കമ്പനി ഇപ്പോൾ ചിലപ്പം ഫ്രഷേഴ്സിന് ഹയർ ചെയ്യുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന കീവേഡ്സ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ആ കീവേഡ്സ് എൻ്റർ ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു കവർ ലെറ്റർ ആക്കുക. അതുപോലെ തന്നെ സി വി ആക്കുക. ഇത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയും, ഞാൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു റെസ്പോണ്ട് ഇല്ലെങ്കിൽ ആ കാര്യം ചെയ്യുന്നതിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പിന്നെ കുറച്ചും കൂടെ ബെറ്റർ ആക്കുക നിങ്ങളുടെ സി വി അതുപോലെ തന്നെ കവർ ലെറ്ററൊക്കെ. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ 2-3 ആപ്ലിക്കേഷൻസൊക്കെ അവൈലബിൾ ആണ് പിന്നെ ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നൗക്കറി ഗൾഫിൽ പോയിട്ട് നിങ്ങൾ എല്ലാ പ്രൊഫൈലും ക്രിയേറ്റ് ചെയ്തു, അതിലൊരു റെസ്പോണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ, ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കുക, ലിങ്ക്ഡിനിൽ പോയിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാനത് എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയൊക്കെ നമ്മൾ ജോബ് വേക്കൻസിയിൽ ഓരോ കമ്പനിയിലും ഹയറിങ് നടക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ആദ്യത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എനിക്കൊരു 2-3 വീഡിയോസ്, ഇപ്പോൾ 2-3 അല്ല അതിൽ കൂടുതൽ വീഡിയോസ് ഞാൻ യു എയിലത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾ എന്തുകൊണ്ട് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നില്ല, ഇതിലുള്ള മിസ്റ്റേക്സ് ആയിരിക്കും ഇൻ്റർവ്യൂവിന് വിളിക്കാത്ത. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊക്കെ ആദ്യം ഒരു ഫ്രഷറായി വന്ന യു എയിൽ വന്ന സമയത്ത് ഞാൻ ഒരു ജോബ് വേക്കൻസി കണ്ടു, അതിൽ നമ്പർ കണ്ടു അല്ലെങ്കിൽ മെയിൽ ഐ ഡി കണ്ടു, ജസ്റ്റ് ഒരു സബ്ജക്റ്റ് പോലും ഞാൻ എൻ്റർ ചെയ്യാണ്ടായിരിക്കും ഞാൻ സി വി സെൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു അക്കൗണ്ട്സിലാണെങ്കിൽ ഇപ്പം ആ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുന്നത് ഫോർ ജോബ് ആപ്ലിക്കേഷൻസ് ഉള്ളത് അക്കൗണ്ട്സിൽ മെൻഷൻ ചെയ്യണം. അങ്ങനെ എന്നിട്ട് വേണം കവർ ലെറ്റർ കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ കമ്പനി ചിലപ്പോൾ കവർ ലെറ്റർ കൊടുത്തിട്ട് സി വി ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലാതെ കവർ ലെറ്ററും
CV കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് മെയിൽ ID സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ജോബ് ഇമ്പോർട്ടൻ്റ് ആണ്, പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ CV നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ATS ഫ്രണ്ട്ലി CV അല്ലെങ്കിൽ ATS ഫ്രണ്ട്ലി CV ആക്കുക. അതുപോലെ നല്ലൊരു ATS ഫ്രണ്ട്ലി കവർ ലെറ്റർ ആക്കാൻ പറ്റുക അതും ബെറ്ററാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റെസ്പോണ്ട് കിട്ടും. ഓരോ കമ്പനിയിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ റെസ്പോണ്ട് കിട്ടും. ഞാൻ ആദ്യം ചെയ്തൊരു എക്സാമ്പിളായിരുന്നു അത്. വെറും CV മാത്രം അറ്റാച്ച് ചെയ്തിട്ട് സെൻഡ് ചെയ്യും. പിന്നീട് ഞാൻ ഒരു കവർ ലെറ്ററൊക്കെ ആക്കി കുറച്ചും കൂടെ എനിക്ക് ജോബിന് ഇൻ്റർവ്യൂവിന് ആദ്യം വിളിക്കാത്ത സമയത്ത് ഞാൻ ചെയ്തൊരു കാര്യമാണ്. കുറച്ചും കൂടെ കവർ ലെറ്ററൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. അതുപോലെ സബ്ജക്റ്റ് എന്ത് ജോബാണോ നോക്കുന്നത് ആ ഒരു സബ്ജക്റ്റൊക്കെ കൊടുത്തു. പിന്നെ CV ഒക്കെ അറ്റാച്ച് ചെയ്യും. ഓക്കെ, നമുക്കൊരു 10 എണ്ണത്തിൽ അപ്ലൈ ചെയ്താലും ഒരു 2-3 എണ്ണത്തിലെങ്കിലും തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇത് ഫോളോ അപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയാണോ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. ബൈ ബൈ.